നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൽ ആധികാരികമായ മേൽക്കൈ നേടിയാണ് ഇന്ത്യ വെടിനിർത്തൽ ധാരണയിൽ എത്തിയത്. യുദ്ധത്തിന്റെ മൂർധന്യതയിൽ ആയുധങ്ങൾ നൽകിക്കൊണ്ട് പാകിസ്ഥാനെ പിന്തുണച്ച രാഷ്ട്രങ്ങൾ ചൈനയും തുർക്കിയും അസർബൈജാനും ആയിരുന്നു. കാലാകാലങ്ങളായി പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചൈന. പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന ഏകദേശം 80% ആയുധങ്ങളും ചൈനീസ് ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ചതുമാണ്. എന്നാൽ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിലും ഇടപെടാതെ ചൈന മാറി നിൽക്കുകയായിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ആത്യന്തികമായി ചൈന എന്താണെന്ന് അവരോട് അടുത്തിടപഴകുന്നവർക്ക് പോലും വെളിപ്പെടാത്ത തരത്തിൽ നിഗൂഢമായ നീക്കങ്ങൾ വെച്ചു പുലർത്തുന്ന ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നത് ഒരിക്കലും ആ ഭീകര രാഷ്ട്രത്തെ ഉദ്ധരിക്കാനല്ലെന്നും സഹായത്തോടൊപ്പം പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും ഒപ്പിട്ട് മേടിക്കുന്ന കരാറുകൾ ചൈനീസ് ലോക്കറിൽ ഇരിക്കുന്നതിനാൽ എല്ലാ സഹായങ്ങളുടെയും ഒടുവിൽ പാകിസ്ഥാൻ ചൈനയുടെ കയ്യിൽ ഇരിക്കുമോ എന്ന കാര്യത്തിന് മാത്രമേ ആശങ്കയുള്ളൂ. എന്നാൽ തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനെ സഹായിച്ചത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പേരിൽ മാത്രമാണെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. അർമേനിയ, നാഗർണോ കരോബാക്ക് തുടങ്ങിയ ക്രൈസ്തവ രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും നിരപരാധികളായ ക്രൈസ്തവരെ കൊന്നെടുക്കാനും ആയതിൽ പ്രസാദിക്കുന്ന ഇസ്ലാമിക ഭീകര രാഷ്ട്രങ്ങൾ നൽകുന്ന ഫണ്ട് കൈയാളാനും മാത്രമായി നിലകൊള്ളുന്ന ടർക്കിഷ് മത ഭീകരതയുടെ നിഴൽ സംഘടനയായ അസർബൈജാന് പാകിസ്ഥാനെ സഹായിച്ചതിൽ ഒരു നിലപാടുമില്ല. മറിച്ച് തുർക്കികൾ പറഞ്ഞത് പഞ്ചപുച്ഛം മടക്കി നിന്ന് അനുസരിച്ചെന്നും കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ സഹായിച്ചുവെന്ന് വരുത്തി തീർക്കാനുള്ള തുർക്കി ഭീകരതയുടെ നിലപാടിനൊപ്പം ചൂട്ടും പിടിച്ച് അസർബൈജാൻ കളത്തിലിറങ്ങി എന്നതും മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ ഇസ്ലാമിക വൽക്കരിക്കണമെന്നും ഖിലാഫത്തിന്റെ കീഴിലാക്കണമെന്നും അവിടുത്തെ ഏകനും പ്രത്യക്ഷനുമായ ഖലീഫയായി വാഴണമെന്നും പൂതിളകി നടക്കുന്ന ഒരു കടുത്ത ഇസ്ലാമിക മൗലികവാദിയാണ് തുർക്കി പ്രസിഡന്റായ റജബ് തയ്യിപ് എർദോഗൻ എന്നത് പരസ്യമായ കാര്യമാണ്. അങ്കാറ കേന്ദ്രമായി തെക്കു പടിഞ്ഞാറെ ഏഷ്യയിലെ അനോട്ടോളിയൻ പെനിൻസുലയിലും തെക്ക് കിഴക്കൻ യൂറോപ്പിലെ ബാൽക്കൻ പ്രദേശത്തുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു യുറേഷ്യൻ രാജ്യമാണ് തുർക്കി. ഏഷ്യയിലെയും യൂറോപ്പിലുമൊക്കെയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് ശക്തമായ അധിനിവേശം നടത്തിയിരുന്ന ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് തുർക്കി. എന്നാൽ 1923 ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം മുസ്തഫ കമാൽ അതാതുർക്കിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ആധുനിക തുർക്കി പഴയ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഒരു ചെറിയ ഭാഗത്തെ മാത്രമേ ഉൾക്കൊണ്ടിരുന്നുള്ളൂ. തുർക്കിയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ പരിഗണനയിൽ വരുന്നത് തുർക്കിയിലെ ഇസ്താംബൂളിൽ ബൈസാൻട്രിൻ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഹാഗിയ സോഫിയ എന്ന ക്രൈസ്തവ ദേവാലയത്തെ കുറിച്ചാണ്. ആധുനിക കാലത്തെ മനുഷ്യൻ ഹാഗിയ സോഫിയ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത് ഒരു മുസ്ലിം മോസ്ക് അല്ലെങ്കിൽ ഒരു മ്യൂസിയം എന്നൊക്കെയുള്ള അറിവുകളായിരിക്കും. എന്നാൽ ഹാഗിയ സോഫിയ എന്നത് 6-ാം നൂറ്റാണ്ട് മുതൽ നിലനിന്നിരുന്നതും ക്രൈസ്തവ പാരമ്പര്യങ്ങളുടെ ഔന്നിത്യം പേർന്നതുമായ ദേവാലയമായിരുന്നു. ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയാത്തതും ഇരമ്പി മറിയുന്ന വേദനകളുടെയും നീതി നിഷേധത്തിന്റെയും കൈക്കുന്ന ഓർമ്മകൾ തന്നെയാണ് അത്. AD 537 വൈസ്നറൻ ചക്രവർത്തിയായിരുന്ന ജസ്റ്റീനിയൻ ആയിരുന്നു ഇസ്താംബൂളിൽ ഹാഗിയ സോഫിയ കത്തീഡ്രൽ സ്ഥാപിച്ചത്. ചില നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആഗോള ഇസ്ലാമിക തീവ്ര ചിന്തകരുടെ മതതീവ്ര നിലപാടുകളുടെ പരിണിത ഫലമായി ഒരു തത്വദീക്ഷകളും പാലിക്കാതെ ഒട്ടോമൻ ചക്രവർത്തിയായിരുന്ന മുഹദ് കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കിയ കൂട്ടത്തിലാണ്
ഹാഗിയ സോഫിയയെ ബലാത്കാരമായി പിടിച്ചെടുത്ത് മോസ്കാക്കി മാറ്റിയത്. തുർക്കി ഭരിച്ച തീവ്ര ഇസ്ലാമിക ഭരണാധികാരികളുടെ ബലാത്കാരത്തിന്റെയും അധിനിവേശത്തിന്റെയും കൈമാറ്റങ്ങളുടെയും പ്രവണതകൾക്കൊടുവിൽ 2020 ജൂലൈയിലാണ് ശരീഅത്ത് നിയമങ്ങളുടെയും ഖിലാഫത്തിന്റെയും തോഴനായ എർദോഗൻ തുർക്കി കോടതിയെ കൊണ്ട് നിർദ്ദേശം പുറപ്പെടുവിച്ച് മോസ്കാക്കി മാറ്റിയത്. ആഗോള ക്രൈസ്തവ സമൂഹത്തോട് അടങ്ങാത്ത പകയും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന തുർക്കിയിലെ ഇസ്ലാമിക തീവ്രവാദികൾ എർദോഗന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ മുകളിൽ നടത്തുന്ന അധിനിവേശവും മേൽക്കോയ്മകളും കീഴടക്കലും ആസ്വദിച്ച് തങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് പോലെ നിയമങ്ങളെല്ലാം വളച്ചൊടിച്ചുകൊണ്ട് അന്ന് ഹാഗിയ സോഫിയ ദേവാലയത്തെ മോസ്കാക്കി മാറ്റാനുള്ള നീക്കത്തെ അന്നത്തെ ലോക രാഷ്ട്രങ്ങളെല്ലാം വിലക്കിയിരുന്നു. എന്നാൽ അതൊക്കെ നിസാരമായി തള്ളിക്കൊണ്ട് ക്രൈസ്തവരുടെ മേൽ കടുത്ത മുറിവേൽപ്പിച്ച അതിതീവ്ര ഇസ്ലാമിക നിലപാടുള്ള എർദോഗനാണ് ഇന്ന് ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് ആയുധങ്ങളും മറ്റും നൽകിക്കൊണ്ട് പരസ്യമായ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തുർക്കിയുടെ തിന്മകളുടെയും ക്രൂരതകളുടെയും ചരിത്രങ്ങൾ കുപ്രസിദ്ധമാണ്. എന്നാൽ അത്തരം കറുത്ത ചരിത്രങ്ങളുടെ ഏടുകൾ തുറന്നു നോക്കിയാൽ ആദ്യം കാണാൻ കഴിയുന്നത് അർമേനിയ എന്ന ക്രൈസ്തവ രാജ്യം തുർക്കികളാൽ നേരിട്ട ദുരിതത്തിന്റെ ചരിത്രം തന്നെയാണ്. സ്വന്തം രാജ്യത്ത് താമസിച്ച അർമേനിയൻ ജനത ഇന്ന് കേവലം 30 ലക്ഷമായി അവശേഷിച്ചിരിക്കുകയാണ്. ആ ജനത്തിന്റെ മേൽ അത്രയ്ക്ക് ക്രൂരമായ കൂട്ടക്കുരുതി നടത്തിയതാരാണെന്ന് അറിയുമ്പോഴാണ് ഏവരും ഒരുപോലെ നടുങ്ങിപ്പോകുന്നത്. 1914 മുതൽ 1922 വരെയുള്ള കാലഘട്ടത്തിലാണ് അർമേനിയൻ ജനതയെ വംശഹത്യ ചെയ്യുന്ന അതിക്രൂരമായ പീഡനങ്ങൾ അരങ്ങേറിയത്. AD 300 തന്നെ ക്രിസ്തീയ രാഷ്ട്രമായി നിർണയിക്കപ്പെട്ട അർമേനിയ ബൈസ്രാൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ബൈസ്രാനെ ഒട്ടോമൻ തുർക്കികൾ കീഴടക്കിയതോടെ സ്വാഭാവികമായി അർമേനിയും അവർക്ക് അധീനരായി. തീവ്ര ഇസ്ലാമിക മതവാദികളായ ഒട്ടോമൻ ഭരണാധികാരികൾ തങ്ങൾ കീഴടക്കിയ രാജ്യങ്ങളിലേക്ക് മതം അടിച്ചേൽപ്പിക്കുകയും എല്ലാവരും ഇസ്ലാം ആകണമെന്നും അതിന് തയ്യാറാകാത്തവർ കനത്ത മതനികുതി കൊടുക്കണമെന്നുമുള്ള നിയമം പുറത്തിറക്കി. തനി ക്രൈസ്തവരായ അർമേനിയക്കാർക്ക് അധികം നാൾ നികുതി കൊടുത്ത് ജീവിക്കാൻ കഴിയാതെ വരികയും ഒട്ടോമൻ സാമ്രാജ്യത്തിന് കപ്പം കൊടുക്കില്ലെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. അതിൽ കോപിഷ്ഠരായ ഒട്ടോമൻ തുർക്കികൾ 12 സ്ഥാനങ്ങളിലുള്ള അർമേനിയക്കാരെ ക്രൂരമായി കൊന്നൊടുക്കുകയുമായിരുന്നു. 1894 96 ഇടയിൽ 10,000-കണക്കിന് അർമേനിയക്കാരാണ് ഇത്തരത്തിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്. ഹമീദിയൻ മസാക്കർ എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട ഈ കൂട്ടക്കുരുതിയോടെ അർമേനിയ ശിഥിലമാകുകയും വീണ്ടും വംശഹത്യ ത്വരയോടെ മുന്നേറിയ തുർക്കി ഭരണകൂടം അർമേനിയക്കാർ റഷ്യയുമായി ക്രൈസ്തവികമായി അടുപ്പമുണ്ടാകുമോ എന്ന് ഭയന്ന് അവർക്കെതിരെ അതിശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. റഷ്യക്കെതിരെ തുടർന്നുണ്ടായ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം അർമേനിയൻ പൗരന്മാരിൽ ആരോപിച്ചുകൊണ്ട് അവരെ മുഴുവൻ തുർക്കി കൊന്നൊടുക്കുകയുമായിരുന്നു. താമസിയാതെ അവരെ സിറിയയിലെ അലപ്പോയിലേക്ക് നാടുകടത്തുകയും അവരുടെ സ്വത്തുവകകൾ കൊള്ളയടിക്കുകയും ചെയ്തു. വഴിയാത്രയിൽ ആഹാരമില്ലാതെ ആയിരങ്ങൾ മരിച്ചു വീഴുകയും സ്ത്രീകൾ കൂട്ട ബലാത്സംഗത്തിന് ഇരയാകുകയും ചെയ്തു. ജീവിക്കാനുള്ള ഏക അവകാശമായി തുർക്കികൾ അവർക്ക് ഓഫർ ചെയ്തത് മുസ്ലിം ആവുക എന്നത് മാത്രമായിരുന്നു. 40,000 പോന്ന ജനം അലേപ്പോയിലേക്ക് യാത്ര തിരിച്ചുവെങ്കിലും അവിടെ എത്തിച്ചേർന്നത് വെറും 200 പേരായിരുന്നുവെന്ന് അറിയുമ്പോൾ അവിടെ നടന്ന കൂട്ട മരണങ്ങളെ കുറിച്ച് ചിന്തിക്കാനാകുന്നതേയുള്ളൂ. വിവിധ കോണുകളിൽ നിന്നും അർമേനിയൻ പൗരന്മാർക്കെതിരെ തുർക്കികൾ നടത്തിയ പീഡനത്തിന്റെ ഫലമായി 5 വർഷങ്ങൾക്കുള്ളിൽ ഈ ഭൂപരപ്പിൽ നിന്ന് ഇല്ലാതായത് 15 ലക്ഷം അർമേനിയക്കാരായിരുന്നു. പൂർണ്ണ നഗ്നരാക്കി ക്രൂശിൽ തറച്ചുവന്ന 100 കണക്കിന് യുവതികളുടെയും ആഹാരമില്ലാതെ എല്ലും തോലുമായി മരിച്ചു വീണ അർമേനിയക്കാരുടെ അസ്ഥികൂടങ്ങൾക്ക് മുകളിലാണ് റീബോൺ അർമേനിയ എന്ന പേരിൽ ഒരു 15 നില കെട്ടിടത്തെക്കാൾ ഉയരത്തിലുള്ള സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. ടെമ്പിൾ ഓഫ് എറ്റേണിറ്റി എന്നും അത് അറിയപ്പെടുന്നു. വലിയ സൈനിക ശക്തിയോ സാമ്പത്തിക ശക്തിയോ
ഒന്നുമില്ലാത്ത താരതമ്യേന ചെറിയ രാജ്യമായിരുന്ന അർമേനിയയിലെ 12 സ്റ്റേറ്റുകളിലെ ജനങ്ങളെയാണ് കൂട്ടക്കുരുതി കഴിച്ചത്. ലോകത്തിന്റെ മനസാക്ഷിക്ക് മുൻപിൽ വിചാരണകളെയും ശിക്ഷകളെയുമെല്ലാം മറച്ചുവെക്കാൻ ഇത്തരത്തിലൊരു കൂട്ടക്കുരുതി നടന്നിട്ട് പോലുമില്ല എന്ന മട്ടിൽ തുർക്കികൾ എല്ലാം ഒളിപ്പിച്ചു വെച്ചു. കാലം ഇത്രയും കഴിഞ്ഞിട്ടും ചോരക്കൊതി അടങ്ങാത്ത തുർക്കികൾ അസർബൈജാനെ മുന്നിൽ നിർത്തി അർമേനിയയ്ക്കും നാഗോർണോ കരാബാഖ് പ്രവിശ്യയ്ക്കുമെതിരെ പീഡനങ്ങൾ അഴിച്ചുവിടുകയാണ്. ആ കൂട്ടുകച്ചവടത്തിന്റെ ക്രൂരമായ മുഖം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിന് ആയുധങ്ങളും സഹായങ്ങളും നൽകിക്കൊണ്ട് തുർക്കി രംഗത്തിറങ്ങിയത്. ഇന്ത്യക്കെതിരെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തുർക്കി കപ്പൽ കറാച്ചി തുറമുഖത്ത് നെങ്കൂരമടിച്ചത് വാർത്തയായിരുന്നു. എന്നാൽ അതൊരു സൗഹൃദ സന്ദർശനമാണെന്നായിരുന്നു പാകിസ്ഥാൻ പ്രതികരിച്ചത്. പക്ഷേ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനുള്ള ഡ്രോണുകളും മറ്റായുധങ്ങളുമായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നതെന്ന് ഉറപ്പിച്ചുകൊണ്ട് തുർക്കി തദ്ദേശീയമായി നിർമ്മിച്ച 100 കണക്കിന് ഡ്രോണുകളാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തൊടുത്തുവിട്ടത്. അതിൽ ഒന്നിനു പോലും ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല എന്നത് നമ്മുടെ രാജ്യത്തിന്റെ മികവ് തന്നെ. എന്നാൽ ഇന്ത്യയുടെ തിരിച്ചടിയിൽ തുർക്കി പട്ടാളക്കാരും മരിച്ചു വീണു എന്നാണ് വിവരങ്ങൾ. അത് ശരിയാണെങ്കിൽ ആയുധം കൊടുക്കുക മാത്രമായിരുന്നില്ല, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പരിശീലിപ്പിക്കാൻ തുർക്കി പട്ടാളക്കാരും പാകിസ്ഥാനിലെത്തിയിരുന്നു. സൗദിയും UAE-യും അടക്കമുള്ള സമ്പന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അടുത്ത കാലത്തായി പാശ്ചാത്യപരമായ നിലപാടുകളിലേക്ക് അടുക്കുകയും മതപരമായ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് വേർപെട്ട് സംസ്കാര സമ്പന്നമായ നിലപാടുകളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന് ആയുധ പിന്തുണ നൽകിയ ചൈന പോലും പിന്നീട് തന്ത്രപരമായി പിന്നോട്ട് മാറുന്ന സ്ഥിതി സംജാതമായപ്പോൾ ഏത് വിധേനയും ഇന്ത്യയെ ഇല്ലാതാക്കണമെന്ന ക്രൂരമായ ചിന്തയായിരുന്നു എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും ഒന്നിച്ചുകൂട്ടി അവരുടെ ഖലീഫയാകാൻ കച്ചകെട്ടി നടക്കുന്ന തയ്യിബ് എർദോഗനെ നയിച്ചതെന്ന് വ്യക്തം. ഇസ്ലാമിക മത തീവ്രവാദം തലക്കി പിടിച്ച തുർക്കിയിൽ 2023 അതിശക്തമായ ഒരു ഭൂകമ്പമുണ്ടായി. അതേ തുടർന്ന് തുർക്കികൾ തകർന്ന് തരിപ്പണമായപ്പോൾ ഇന്ന് അവർ ദ്രോഹിച്ച നമ്മുടെ രാജ്യം ഏറ്റവും ശക്തമായ സഹായങ്ങളായിരുന്നു അവർക്ക് ചെയ്തത്. അതാണ് നമ്മുടെ രാജ്യം. കേരളത്തിലെ ധനകാര്യമന്ത്രി ബാലഗോപാൽ നിയമസഭയിൽ വമ്പൻ വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടാണ് തുർക്കിക്ക് പിണറായി സർക്കാരിന്റെ വകയായി 10 കോടി രൂപ നൽകിയത്. ഇസ്ലാമിക വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനുള്ള വ്യക്തമായ പദ്ധതിയായിരുന്നു പിണറായി സർക്കാർ കാണിച്ചതെങ്കിലും നമ്മുടെ നികുതി പണമായ ആ 10 കോടി കൂടെ ചെലവാക്കി കൂടി വാങ്ങിയ ഡ്രോണുകളാണ് നമ്മുടെ നേരെ പാഞ്ഞു വന്നതെന്ന കാര്യം നിസാരമായി തള്ളിക്കളയാൻ കഴിയുകയുമില്ല. ഊണിലും ഉറക്കത്തിലും തുർക്കിക്ക് ഒറ്റ വിചാരമേ ഉള്ളൂ: ഇസ്ലാമിക തീവ്രവാദ പ്രചരണം. അത്തരം ഭീകര രാഷ്ട്രങ്ങൾക്ക് അങ്ങനെയാകാനേ കഴിയുകയുള്ളൂ. ഇസ്ലാമിക ഭീകരത തലക്കി പിടിച്ച് ലോകത്തെ മുഴുവൻ ഖിലാഫത്തിന് കീഴിൽ കൊണ്ടുവരുവാൻ വേണ്ടി ബോംബും കത്തിയും കടാരയും ഡ്രോണുകളും ഒരുക്കിക്കൊണ്ട് തക്കം നോക്കി അത് പ്രയോഗിച്ച് മനുഷ്യരുടെ ചോരയൊഴുക്കാൻ അറപ്പോ ഉളുപ്പോ ഇല്ലാതെ വെറി പൂണ്ട് ഇറങ്ങിയിരിക്കുന്ന തുർക്കിയെ പോലെയുള്ള ഇസ്ലാമിക ഭീകര രാഷ്ട്രം ഈ തിന്മ തുടരുക തന്നെ ചെയ്യും. എന്നാൽ കോട്ടിട്ട ഭീകരവാദികളുടെ രാജ്യമായ തുർക്കികളുടെ എല്ലാതരം നെറികേടുകൾക്കുമുള്ള കൃത്യമായ നിലപാടുകളുമായി ഇന്ത്യ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. തുർക്കിയുടെ ശത്രു രാജ്യമായ അർമേനിയയ്ക്കും ഗ്രീസിനും സെപ്രസിനും ശക്തമായ പിന്തുണയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. അർമേനിയയ്ക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവരെയും തുർക്കിക്ക് ചുറ്റും കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളോടുമെല്ലാം നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് അവരെയും ഇന്ത്യ പിന്തുണച്ചിരിക്കുകയാണ്. തുർക്കിയുമായുള്ള വ്യാപാര ബന്ധങ്ങളെല്ലാം ഇന്ത്യ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ നാവിക വെസലുകൾ മെയിനറൈൻ ചെയ്യാനുള്ള കരാറിൽ നിന്നും തുർക്കിയെ ഒഴിവാക്കി സംയുക്ത കപ്പൽ നിർമ്മാണ പ്രൊജക്റ്റിൽ നിന്ന് ഇന്ത്യ പിന്മാറി. തുർക്കിയിലേക്കുള്ള ടൂറിസ്റ്റ് പദ്ധതികളെല്ലാം നിർത്തലാക്കി.
തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പിൾ അടക്കമുള്ള ഫ്രൂട്ട്സുകളും മറ്റു ഉൽപ്പന്നങ്ങളും ഇന്ത്യ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ തുർക്കി ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് മുട്ടൻ പണി തന്നെയാണ്. പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിന് ഇത്തരത്തിലൊരു പിന്തുണ കൊടുത്തുകൊണ്ട് തുർക്കികൾ സൃഷ്ടിച്ചെടുത്ത ശത്രുവിന്റെ പേര് ഇന്ത്യ എന്നതാണ്. അവർക്കത് ഏതൊക്കെ തരത്തിൽ ദോഷം ചെയ്യുമെന്ന് തുർക്കികൾ കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ. വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച.